മാത്സ് പരീക്ഷയ്ക്ക് വേണ്ടി അവസാന തയ്യാറെടുപ്പ് നടത്തുന്ന +1 വിദ്യാർത്ഥികൾക്കും +1-ൽ ഫുൾ മാർക്കിന് ശ്രമിക്കുന്ന +2 വിദ്യാർത്ഥികൾക്കും ഈ പ്രത്യേക വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ചാപ്റ്റർ 5 ലീനിയർ ഇൻഇക്വാളിറ്റീസ്. വളരെ സിമ്പിളായ ഒരു ചാപ്റ്ററാണ് ലീനിയർ ഇൻഇക്വാളിറ്റീസ്. 3 അല്ലെങ്കിൽ 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ചാപ്റ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 1. The solution set of mod x plus 2 less than or equal to 5 is. അതായത് മോഡുലസിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ -5-നും +5-നുമാണ് mod x plus 2 വാരി ചെയ്യുന്നത്. അതായത് x plus 2 varies in between -5 and +5. അതായത് നമുക്കിതിനെ ഇങ്ങനെ എഴുതാം: -5 less than or equal to x plus 2 less than or equal to 5. ആ x plus 2-ലെ 2 എന്നുള്ളതിനെ -5-ൻ്റെ സമീപത്തേക്കും +5-ൻ്റെ സമീപത്തേക്കും മാറ്റുമ്പോൾ -7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന രൂപത്തിൽ എഴുതാം. അതായത് എക്സ് വാരി ചെയ്യുന്നത് -7 ആൻഡ് 3, ദറ്റ് ഈസ് എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ -7, 3. ഇത് 1 മാർക്കിൻ്റെ ഒരു സിമ്പിളായ ചോദ്യമാണ്. Solve the inequality 7 minus 3x by 4 less than x by 8 x element of R. Mark the solution in the real line capital R. ഇവിടെ ഈ ഇൻഇക്വാളിറ്റിയുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് ഈ ഇൻഇക്വാളിറ്റിയുടെ LCM 8 ആണ്. 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 ഇൻറ്റു 7 മൈനസ് 3x by 4 ലെസ് ദാൻ 8 ഇൻറ്റു x by 8. അതായത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ലെഫ്റ്റ് സൈഡിൽ എന്നർത്ഥം. 2 ഇൻറ്റു 7 മൈനസ് 3x ലെസ് ദാൻ എക്സ്. ഡയറക്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 7 2 ഇൻറ്റു 3x. അതായത് 14 മൈനസ് 6x ലെസ് ദാൻ എക്സ്. എക്സ് എല്ലായ്പ്പോഴും ലെസ് ദാൻ ആണെങ്കിലും ഗ്രേറ്റർ ദാൻ ആണെങ്കിലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ ഏത് കേസിൽ വരുമ്പോഴും നാം ചെയ്യുന്നത് എക്സ് ടേം എല്ലായ്പ്പോഴും ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അതായത് -6x ലെസ് ദാൻ -6x -x ലെസ് ദാൻ -14 -7x ലെസ് ദാൻ -14. ഇതിനെ എക്സ് എന്ന രൂപത്തിലേക്കാണ് മാറ്റേണ്ടത്. അതായത് -7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇൻഇക്വാളിറ്റി റിവേഴ്സ് ആകുന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. -7x by -7 ഗ്രേറ്റർ ദാൻ -14 by -7 ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം എക്സ് ഗ്രേറ്റർ ദാൻ 2. ഇനി ഇതിനെ നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യണം. ഒരു ലൈൻ വരച്ച്, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണ്. നോ ഈക്വൽ ടു എന്ന ഭാഗം അവിടെ വരുന്നില്ല. അതാണ് ഈ ഫിഗറിൽ 2ൻ്റെ ഭാഗത്ത് ഒരു വൈറ്റ് കളറിൽ കാണുന്നത്. അതായത് 2 ഉൾപ്പെടുന്നില്ല എന്ന് മീനിങ്. ദെൻ ഇതേപോലെയുള്ള മറ്റൊരു ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത ലെസ് ദാൻ ആണ്. ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. 3 ഇൻറ്റു 2 മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു 1 മൈനസ് എക്സ്. എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ ആർ. നേരത്തെ ലെസ് ദാൻ ആയിരുന്നു, ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഈക്വൽ ടു കൂടി വരുമ്പോൾ എന്താണ് പ്രത്യേകത? ഡയറക്റ്റായിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 3 ഇൻറ്റു 2 6 മൈനസ് 3x ഗ്രേറ്റർ ദാൻ 2 മൈനസ് 2x. എക്സ് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുമ്പോൾ -3x പ്ലസ് 2x ഗ്രേറ്റർ ദാൻ 2 മൈനസ് 6. സിംപ്ലിഫൈ ചെയ്താൽ -x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -4. ഇവിടെയോ അതെ, ഒന്നുകിൽ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ -1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് ലഭിക്കുന്നു. ഇവിടെയും റിയൽ ലൈനിൽ മാർക്ക് ചെയ്യുമ്പോൾ ഒരു ലൈൻ വരച്ച് 4 ഉൾപ്പെടുന്ന ഇരുഭാഗത്തേക്കും 1-2 പോയിൻറ്റുകൾ രേഖപ്പെടുത്തുന്നു. -∞ മുതൽ +∞ വരെ റിയൽ ലൈൻ. അതിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് 4 ഉൾപ്പെടെ ബോൾഡ് ആക്കേണ്ടതുണ്ട് എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ദെൻ നാലാമത്തെ മറ്റൊരു ചോദ്യം നോക്കാം. രവി obtained 70 and 75 marks in first 2 unit test. Find the minimum marks he should get in the third test to have an average of at least 60 marks. അതായത് ആകെയുള്ള 3 എക്സാമാണുള്ളത്. അതിൽ
ആദ്യത്തെ രണ്ടെണ്ണത്തിലും 70, 75 മാർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഏവറേജ് 60 മാർക്ക് ലഭിക്കണമെങ്കിൽ മൂന്നാമത്തെ പരീക്ഷയ്ക്ക് എത്ര മാർക്കെങ്കിലും ചുരുങ്ങിയത് ലഭിക്കണം? ഇതാണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം. അതിനുവേണ്ടി നാം സ്വീകരിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയ മാർക്ക് എക്സ് ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ലെറ്റ് എക്സ് ബി ദ മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ രവി ഇൻ ദ തേർഡ് ടെസ്റ്റ്. അതായത് ആദ്യ ടെസ്റ്റിൽ 70, രണ്ടാമത്തേൽ 75, മൂന്നാമത്തേൽ എക്സ്. ഇതിൻ്റെ ആവറേജ് അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ചുരുങ്ങിയത് 60, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60. ഇതേ രീതിയിലാണ് നാം അതിലെ ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതായത് 70 + 75 ബൈ എക്സ് ആകെ മാർക്ക്, അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അതാണ് ആവറേജ്. അത് ചുരുങ്ങിയത് അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 70 + 75 + എക്സ് ഗ്രേറ്റർ ദാൻ 180. എക്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 180 - 70 - 75. സൈഡ് മാറുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവായി മാറുന്നു. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 35. അതായത് ഇതിൻ്റെ അർത്ഥം ഏറ്റവും ചുരുങ്ങിയത് 35 മാർക്കെങ്കിലും മൂന്നാമത്തെ എക്സാമിന് ലഭിക്കുമ്പോഴാണ് ആവറേജ് 60 മാർക്കെങ്കിലും ലഭിക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കൃത്യം 35 മാർക്ക് ലഭിക്കുകയാണെങ്കിൽ ആവറേജ് 60 ലഭിക്കും എന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് therefore the student must obtain a minimum of 35 marks to have an average of at least 60 marks. ഇതേ രീതിയിൽ ഉള്ള ചോദ്യങ്ങളും ഒരുപക്ഷെ പരീക്ഷയ്ക്ക് വരാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.